Now there are three assumptions while we use sampling method. They are: the items in the population have overall uniformity. So നമ്മൾ എടുക്കുന്ന അസംഷൻ ആണ്. ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് പോപ്പുലേഷനിലെ എല്ലാ ഐറ്റത്തിനും ഒരു ഓവറോൾ യൂണിഫോമിറ്റി ഉണ്ട്, എല്ലാവരും ഏകദേശം ഒരേപോലെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. റിയൽ ലൈഫിൽ അത് അങ്ങനെ ആവണമെന്നില്ല, ബട്ട് ആ ഒരു അസംഷനിൽ മാത്രമേ നമുക്ക് സാമ്പിളിംഗ് മെത്തേഡ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കൂ. Our second assumption is that samples selected represent the universe generally. അതായത് നമ്മൾ എടുക്കുന്ന സാമ്പിൾ യൂണിവേഴ്സിനെ ജനറലായിട്ട് റെപ്രസെന്റ് ചെയ്യും എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇതും നമുക്ക് പ്രാക്ടിക്കലി എപ്പോഴും പോസിബിൾ ആവില്ല, പക്ഷെ നല്ലൊരു സാമ്പിൾ ആണെങ്കിൽ അത് യൂണിവേഴ്സിനെ റെപ്രസെന്റ് ചെയ്തിരിക്കണം. ആൻഡ് ദ തേർഡ് അസംഷൻ ഇസ് സാമ്പിൾ റിസൾട്ട്സ് ആർ ട്രൂ ഓൺലി ഇൻ ജനറൽ. It is assured that sample results are true only in general. നമ്മൾ എപ്പോഴും സാമ്പിൾ റിസൾട്ട്സ് എടുക്കുന്നത് അത് ജനറലി ട്രൂ ആണ് എന്നുള്ളൊരു അസംഷനിലാണ്. അതായത് അവർ പോപ്പുലേഷനെ നമ്മൾ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്, പോപ്പുലേഷൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കാണിക്കുന്നുണ്ട്, പോപ്പുലേഷൻ്റെ രീതിയിൽ എല്ലാം യൂണിഫോം ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന സാമ്പിളും യൂണിഫോം ആയിട്ട് തന്നെ നിൽക്കും. സോ ക്യാരക്ടറിസ്റ്റിക്സും ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ നിൽക്കും. ആ രീതിയിൽ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ സാമ്പിളിംഗ് മെത്തേഡ് ചെയ്യുന്നത്. Now, what are the limitations of sampling or disadvantages of sampling? It must be carefully planned and executed. Otherwise, the results obtained may be inaccurate and misleading. Correct ആയിട്ടുള്ള സാമ്പിൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് inaccurate ആയിട്ടുള്ള റിസൾട്ട്സ് ആയിരിക്കും ലഭിക്കുന്നത്. It requires the service of experts. In the absence of qualified and experienced persons, the information obtained from sample cannot be relied upon. അതായത് കൃത്യമായിട്ടുള്ള എക്സ്പേർട്സ് അല്ല, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരല്ല സാമ്പിൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു റിലയബിലിറ്റി അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സെലക്ട് എ പെർഫെക്റ്റ് സാമ്പിൾ. ദാറ്റ്സ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻ ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും റിയൽ ലൈഫിൽ ഓർ പ്രാക്ടിക്കലി നമ്മൾ എടുക്കുമ്പം എല്ലാവരും ഒരേപോലെ ആയിരിക്കത്തില്ല ബിഹേവ് ചെയ്യുന്നത്, എല്ലാവരുടെയും ക്യാരക്ടറിസ്റ്റിക്സ് സെയിം ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാമ്പിൾ എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. And it cannot be used if information is required for each and every unit. അതേപോലെ തന്നെ എല്ലാ ഐറ്റത്തിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യേണ്ട ഒരു സ്റ്റഡി ആണെങ്കിൽ അവിടെ നമുക്ക് സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. Now, what are the theoretical bases of sampling? There are two main principles on which the theory of sampling is based. First one is law of statistical regularity. This principle is derived from the mathematical theory of probability. The law of statistical regularity lays down that a moderately large number of items chosen at random from a large group are almost sure on the average to possess the characteristics of that group. The law of statistical regularity പറയുന്നത് നമ്മൾ സാമ്പിളിൻ്റെ സൈസ് എത്രത്തോളം കൂട്ടുന്നു അതിനനുസരിച്ച് അത് ആ ഒരു ഗ്രൂപ്പിൻ്റെ ഓർ നമ്മുടെ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കാനുള്ള സാധ്യത കൂടുവാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇത് ശരിയാന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. This principle states that if a sample is taken at random from a population, it is likely to possess almost the same characteristics as that of the population. പോപ്പുലേഷൻ്റെ അതേ ക്യാരക്ടർ, ഇപ്പം നമ്മളൊരു 500 പേരുള്ള ഒരു പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ ആകെ 10 പേരെ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം തന്നെ കാണിക്കാനുള്ള സാധ്യത അവിടെ കുറവാണ്. ആ 10 പേരെന്നുള്ള മാറി നമ്മളൊരു 100 പേരെ എടുക്കുവാണെങ്കിൽ കുറെ കൂടെ നമുക്ക് ഒരു ഐഡിയ കിട്ടും ആ പോപ്പുലേഷനെ പറ്റി. അതിന് പകരം ഒരു 300 പേരെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കുറെ കൂടെ ക്ലാരിറ്റി ആവും. സോ എത്രത്തോളം നമ്മൾ സാമ്പിളിന്റെ സൈസ് കൂട്ടുന്നു അതിനനുസരിച്ച് നമ്മൾ ആ പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കുറെ കൂടെ കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. And the second law is called law of inertia of large numbers. ഇത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ law of statistical regularityയിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു ലോ ആണ്. This law states that large numbers are relatively more stable than small numbers. The difference in the aggregate result is likely to be significant when the size of the sample is large because the variations balance each other. Same way, നമ്മൾ സാമ്പിളിന്റെ സൈസ് കൂട്ടുന്നതിനനുസരിച്ച് പോപ്പുലേഷൻ കുറെ കൂടെ സ്റ്റേബിൾ ആവുകയാണ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ സാമ്പിളിന്റെ സൈസ് കുറച്ചെടുത്തു കഴിഞ്ഞാൽ പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൃത്യമായിട്ട് കാണിക്കണം എന്നില്ല. സോ മോർ സ്റ്റെബിലിറ്റി വരുന്നത് എപ്പോഴും സാമ്പിൾ സൈസ് കൂടുമ്പോഴാണ്.
This principle does not state that large numbers do not permit change, but the change would be more regular. അതായത് ഇതൊരിക്കലും പറയുന്നില്ല കൃത്യമായിട്ട് നമ്മുടെ പോപ്പുലേഷനെ പറ്റി കാണിക്കും, യാതൊരു പോപ്പുലേഷൻ്റെ ഭാഗത്തൊന്നും യാതൊരു വ്യത്യാസവും കാണില്ല എന്നല്ല പറയുന്നത്. പക്ഷെ ആ ചേഞ്ചുകൾ എത്രത്തോളം വ്യത്യാസമുണ്ടോ ആ റേഷ്യോ അവിടെ നമ്മൾ കുറച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എത്രത്തോളം നമ്മൾ സാമ്പിളുടെ സൈസ് കൂട്ടുന്നു അത്രത്തോളം പോപ്പുലേഷനുമായിട്ടുള്ള ഒരു വേരിയേഷൻ അതിന് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് പോപ്പുലേഷനോട് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. സാമ്പിൾ സൈസ് കൂടുമ്പോൾ അത് പോപ്പുലേഷനോട് അടുത്ത് വരുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ഡേറ്റയുടെ ആക്യുറസിയും റിലയബിലിറ്റിയും ഒക്കെ അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. കൂടുതലായിട്ട് ആ സാമ്പിള് പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. സെൻസസ് മെത്തേഡ് ഓർ സാമ്പിൾ സർവേ, ഹൗ ടു ചൂസ്. നമ്മൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് സെൻസസ് മെത്തേഡ് ചൂസ് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് സാമ്പിൾ സർവേ ചൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ്, look at the field of inquiry. If the area to be covered is large, then census method is impracticable. In such a case, sample method can be adopted. നമ്മുടെ ഫീൽഡ് ഓഫ് എൻക്വയറി ഒരുപാട് വലുതാണെങ്കിൽ സാമ്പിൾ മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ചെറിയൊരു ഫീൽഡിൽ മാത്രം നമുക്ക് പഠിച്ചാൽ മതിയെങ്കിൽ അവിടെ നമുക്ക് സെൻസസ് മെത്തേഡ് യൂസ് ചെയ്യാം. Now, availability of time. ടൈം ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് സെൻസസ് മെത്തേഡ് എടുക്കാം. ടൈം കുറവാണെങ്കിൽ then choose sample survey. സെയിം വേ അവൈലബിലിറ്റി ഓഫ് ഫൈനാൻസ്. ഫൈനാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സെൻസസ് മെത്തേഡിലേക്ക് പോവാം. അല്ല ലിമിറ്റഡ് ഫൈനാൻസ് മാത്രമേ ഉള്ളെങ്കിൽ ചൂസ് സാമ്പിൾ സർവേ. Now the degree of accuracy. ഡിഗ്രി ഓഫ് ആക്യുറസി എവിടെയായിരിക്കും കൂടുതൽ? ഒബ്വിയസ്ലി ഈച്ച് ആൻഡ് എവറി ഐറ്റം നോക്കുന്നത് സെൻസസ് മെത്തേഡിലാണ്. അതുകൊണ്ട് തന്നെ സെൻസസ് മെത്തേഡിലായിരിക്കും ഡിഗ്രി ഓഫ് ആക്യുറസി കൂടുതൽ. നമുക്ക് അത്രയും ഡിഗ്രി ഓഫ് ആക്യുറസി വേണ്ട, കുറച്ച് മതി എന്നുണ്ടെങ്കിൽ സാമ്പിൾ സർവേ നമുക്ക് അവിടെ ചൂസ് ചെയ്യാം. ആൻഡ് വെൻ സെൻസസ് മെത്തേഡ് ഫെയിൽസ്, when the population is infinite, or when a study of the unit of population destroys that unit, or when the population is hypothetical. In all these cases, census method is not practical. So in that case, we apply sample survey. Now let's check out some important definitions. First one is sampling units. The elementary units or the group of elementary units which form the basis of a sampling process are called sampling units. A sampling unit can be an individual or a family or a school or a city, etc. Sampling units are the items of the population which are considered for the selection of a sample. So sampling units എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിളിംഗ് പ്രോസസ്സിന് ബേസിസ് ആവുന്ന യൂണിറ്റ്സിനെ വിളിക്കുന്ന പേരാണ് സാമ്പിളിംഗ് യൂണിറ്റ്സ്. നമ്മൾ എവിടെ നിന്നാണോ എടുക്കുന്നത്, നമ്മളൊരു പോപ്പുലേഷനിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് കുറച്ച് പേരെ മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. ആ സെലക്ട് ചെയ്യുന്ന ഓരോ യൂണിറ്റിനെയും വിളിക്കുന്നതാണ് സാമ്പിളിംഗ് യൂണിറ്റ്സ്. സാമ്പിളിംഗ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആവാം, ഒരു വ്യക്തി ആവാം, ഓർ ഗ്രൂപ്പും ആകാം. സോ ഒരു ഫാമിലി ആകാം, ഒരു സ്കൂൾ ആകാം, ഒരു സിറ്റി ആകാം, അങ്ങനെ എന്തുമാകാം. Now sampling frame. A list containing all the sampling units in a sampling process is known as a sampling frame. So a sample is to be drawn from the units in the sampling frame. When the population is finite and the time frame is in the present or past, then the sampling frame is identical with the population. For example, telephone directory can be treated as a sampling frame. So what is a sampling frame? ഈ സാമ്പിളിംഗ് യൂണിറ്റ്സിനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റിനെ വിളിക്കുന്ന പേരാണ് സാമ്പിളിംഗ് ഫ്രെയിം. സോ നമ്മുടെ പോപ്പുലേഷൻ ഫൈനൈറ്റ് ആണെങ്കിൽ സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലന്റ് ആയിരിക്കും? പോപ്പുലേഷനോട് ഈക്വലന്റ് തന്നെ ആയിരിക്കും, പോപ്പുലേഷനുമായിട്ട് ഐഡന്റിക്കൽ ആയിരിക്കും. ഓർ ഇൻ അതർ വേർഡ്സ്, എല്ലാ സാമ്പിളിംഗ് യൂണിറ്റ്സും കണ്ടെയ്ൻ ചെയ്യുന്ന ലിസ്റ്റ് എന്താണോ ആ ലിസ്റ്റിനെ നമുക്ക് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയാനായിട്ട് സാധിക്കും. Now size of the sample. The number of sampling units selected from the universe to form a sample is called the size of the sample. Sampling units എത്ര എണ്ണമുണ്ടോ ആ എണ്ണമാണ് size of the sample എന്ന് വിളിക്കുന്നത്. And sample design. A sample design is a definite plan for obtaining a sample from a given population. It refers to the procedure adopted by an investigator for selecting items for a sample. There are many sample designs. An investigator can choose the appropriate design. So sample design എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പോപ്പുലേഷനിൽ നിന്നും പല രീതിയിൽ സാമ്പിൾ സെലക്ട് ചെയ്യാം. ഒന്നെങ്കിൽ നമ്മളൊരു ക്ലാസ്സിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ കുറച്ച് പേരെന്നോ, അല്ലെങ്കിൽ ബോയ്സിൽ നിന്ന് കുറച്ച് പേർ, ഗേൾസിൽ നിന്ന് കുറച്ച് പേരെന്നോ, ഓർ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ
ഓർ അവരുടെ ഹൈറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒക്കെ നമുക്ക് പല ക്രൈറ്റീരിയ യൂസ് ചെയ്ത് നമുക്ക് സാമ്പിൾ എടുക്കാം. സോ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മുടെ പർപ്പസ് അതിനനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ സാമ്പിൾസിനെ സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്യുന്ന പ്രോസസ് ഓർ ആ പ്ലാനിനെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ ഡിസൈൻ. സോ ഒരു സാമ്പിൾ ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ക്ലിയർലി ഡിഫൈൻ ദ യൂണിവേഴ്സ്. എന്താണ് നമ്മുടെ യൂണിവേഴ്സ് എന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാം. ദെൻ സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ സാമ്പിളിംഗ് യൂണിറ്റ്സ് കൃത്യമായിട്ട് ഡിസൈഡ് ചെയ്യുക. Then a sampling frame is to be prepared. All the items of the universe must be there in a sampling frame. So the list should be reliable, complete and suitable for the study. So sampling frame prepare ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സാമ്പിൾ സൈസ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് ഡിറ്റർമൈൻ ചെയ്യാം. നമുക്ക് എത്ര പേര് വേണം. Then the amount available for the conduct of the survey should be fixed before conducting the survey. അതായത് നമുക്ക് എത്ര എമൗണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിനനുസരിച്ച് നമുക്ക് എണ്ണം കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് കോസ്റ്റ് ഒക്കെയും കൂടിക്കൊണ്ടിരിക്കും. സോ അതിനനുസരിച്ച് നമ്മൾ അതിന് മുന്നേ തന്നെ ഫിക്സ് ചെയ്യുക. There are several sampling techniques available and the investigator should choose that which causes smaller sampling error for a given sample size and cost. നമുക്ക് എത്ര പേരാണോ സാമ്പിളിൻ്റെ അകത്ത് വേണ്ടിയത്, അതായത് സാമ്പിളിൻ്റെ സൈസ് എത്രയാണെന്നും അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ എത്ര കോസ്റ്റ് ഉണ്ട്, എത്ര എമൗണ്ട് നമുക്ക് മുടക്കാനായിട്ടുണ്ട് എന്നുള്ളതും കൺസിഡർ ചെയ്തിട്ട് ഏത് സാമ്പിളിംഗ് ടെക്നിക്കാണ് നമുക്ക് വേണ്ടതെന്ന് ചൂസ് ചെയ്യാം. എങ്ങനെ ചൂസ് ചെയ്യണം? സച്ച് ദാറ്റ് the sampling error should be the smallest minimum. സാമ്പിളിംഗ് എറർ ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നത് ഏത് സാമ്പിൾ ഡിസൈൻ ആണോ അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. Now what are the various sampling techniques? Mainly there are two techniques. First one is random sampling or probability sampling technique, and the second one is non-random sampling or non-probability sampling technique.